ഈ മറുപടി 2004 മണ്ണാർക്കാട് സംവാദം നടന്നപ്പോ ഈ യാ ഇബാദല്ല ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണെന്ന് ഇതുവരെ ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. 2004 കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 8 കൊല്ലത്തോളമായി. അന്ന് കൊടുത്ത മറുപടി നിങ്ങളൊന്ന് കേട്ടോളി. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുല അവിടെ. ഹദീസുള്ളതിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി യഗീസൂനി എന്ന് കൽപ്പനയുണ്ട് എന്നാ. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോൾ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിനാദയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി യഗീസൂനി എന്ന്. വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യം ചെയ്യിക്കെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. അപ്പോ മജീദ് സലാഹിന്റെ അവിടെ ചിരി സ്വിച്ചിട്ട് ചിരിക്കുക, അത്ര സന്തോഷത്തിലാണ് മുമ്പിൽ കയ്യോളം ചിരിച്ചിക്കുക. അനീഫ കായക്കൊടിൻ്റെ അവിടെ, അംസബാഖവിൻ്റെ അവിടെ. എന്നിട്ടോ അവരാരെങ്കിലും പറഞ്ഞ എൻ്റെ മറുപടി തെറ്റാണ്? പറഞ്ഞിട്ടില്ല. മുസ്ലിം ജിന്നുകളോ മലക്കുകളോ ആണ് അവിടെ ഉദ്ദേശം. നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല. ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ അത്രേ ഉള്ളൂ, ഹദീസ് ദഈഫാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം ആ പറഞ്ഞ മറുപടി തെറ്റാണെന്ന് ഈ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞോ? ജമിയത്തുൽ ഉലമ പറഞ്ഞോ? ഇതിന് ശേഷം എത്ര സംവാദങ്ങൾക്ക് KJ എന്നെ അയച്ചിട്ടുണ്ട്. ശിർക്കൻ വാദം പറയുന്ന ആളാണ് സക്കരിയ, അയാളെ ഇനി പറഞ്ഞേക്കാൻ പാടില്ല എന്ന് പറയണ്ടേ? ഇത് തിരുത്തണം എന്നാ പറയുന്നത്. ഇതാണ് ഇപ്പൊ ഞാൻ ഒപ്പിടാത്ത വിഷയം. ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല, നിർബന്ധിച്ചൊപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ പുകിലുകളുണ്ടല്ലോ. ഇതിപ്പോ ഞാൻ ഒപ്പിട്ട് കൊടുത്താൽ എന്തായി? യാ ഇബാദല്ലാഹി യഗീസൂനി ശിർക്കാണെന്ന് 2012 ഒപ്പിട്ട് കൊടുത്താൽ ഖുറാഫി ഈ ക്ലിപ്പിടും. സക്കരിയ സലാഹി കണ്ടോ പറഞ്ഞത്? അപ്പൊ ഞാനെന്താ, ഞങ്ങൾ അനസ് തൗബ ചെയ്തിക്കണ്, ജാമ്യ പോയിട്ട് അറിയാം. എന്തൊരു കഷ്ടാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മുഴുവൻ മാറ്റിയിട്ട് ഒരാൾ പോയിട്ട് ഒരു കള്ളക്കരച്ചിൽ കരഞ്ഞാൽ തീരുവോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് പ്രശ്നം. മുജാഹിദുകൾ മുമ്പേ പറഞ്ഞു പോരുന്ന മറുപടി മാറ്റണമെന്നാണ് പറയുന്നത്. ശിർക്കല്ല ശിർക്കല്ല എന്ന് പറഞ്ഞ കാര്യം ഇനി മുതൽ ശിർക്കാണ് ശിർക്കാണ് എന്ന് പറയണം. എന്ന് മാത്രമല്ല, ഇനി ശിർക്കല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓനെ പുറത്താക്കുന്നവരാണ്. കേട്ടോ? എന്താണ് അബ്ദുറഹ്മാൻ സലഫി ശിർക്കാന്ന് പറയുമ്പോൾ ശിർക്കാന്ന് പറയാ, അബ്ദുറഹ്മാൻ സലഫി ശിർക്കല്ല പറയുമ്പോൾ ശിർക്കല്ല എന്ന് പറയാ. അങ്ങനെ മൂപ്പര് പറഞ്ഞതന്നെ പറഞ്ഞെടുക്കാൻ നമ്മൾ അനസു ഹനീഫി അല്ലല്ലോ. അവർ പറഞ്ഞെന്നെ ഇങ്ങനെ ഏറ്റുപാടാൻ നമുക്കൊക്കെ നമ്മളെ തല കൊണ്ടല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ തല കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഉമർ മൗലവി എപ്പോഴും പറയുന്ന വാക്കാണ്, നമ്മളെ തല കൊണ്ട് ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, ആ സ്ഥലത്ത് വെച്ച് മൊയ്യദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്. മൊയ്യദ്ദീൻ ഷെയ്ഖിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ച, കാരണം മൊയ്യദ്ദീൻ ഷെയ്ഖ് അവിടെ ഹാളിറില്ല. മരിച്ച ആൾക്ക് അവിടെ ഹാജരാകാൻ കഴിയൂല, കേൾക്കാൻ കഴിയൂല, കാണാൻ കഴിയൂല. അതേ സമയത്ത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നോ മലക്കോ കേട്ടിട്ട് അതിന്റെ കൈവിൽപ്പെട്ട എന്തെങ്കിലും കാര്യമാണ് ചോദിക്കണമെങ്കിൽ അത് ശിർക്കല്ല.
പക്ഷെ അങ്ങനെ സമ്പ്രദായം ഇസ്ലാമിലുണ്ടോ? ഇല്ല. ഭൗതികമെന്നോ അഭൗതികമെന്നോ കഴിവിൽപ്പെട്ടതെന്നോ കഴിവിൽപ്പെടാത്തതെന്നോ ഒരു കാര്യവും ഒരു ജിന്നിനോടും ഒരു സാഹചര്യത്തിലും ചോദിക്കാൻ പാടില്ല, ഒരു മലക്കിനോടും ചോദിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. അത് ശിർക്കാകുമെന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശിർക്കാകുന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ഭൗതികമായ കാര്യം തന്നെ